ട്രെയിലർ മാത്രല്ല, സിനിമ അടിപൊളിയാ. പറഞ്ഞുതരാം. പേ പിടിച്ച നായ നമുക്ക് കേട്ടുകേൾവിയുള്ളതാണ്. പേ പിടിച്ച മനുഷ്യരോ? കഥ സ്വല്പം ഇൻട്രസ്റ്റിംഗ് ആണ്. വ്യക്തമാക്കാം. ഒരു സിനിമ നിങ്ങളുടെ കാപട്യങ്ങൾ പൊളിച്ചെടുക്കുന്നത് ഒന്ന് ഓർത്തു നോക്കൂ. അത്തരത്തിൽ നമ്മുടെ എല്ലാം സദാചാര ബോധത്തിനു മീതെയുള്ള മുഖത്തടിയാണ് രാജേഷ് മാധവൻ ആദ്യമായി സംവിധാനം ചെയ്ത പെണ്ണും പൊറോട്ടും. ആഴ്ചയിൽ 1ഉം 2ഉം അല്ലാത്ത എണ്ണത്തിൽ സിനിമകൾ എത്തുമ്പോ എന്തുകൊണ്ട് പെണ്ണും പൊറോട്ടും കാണണം എന്നത് ഇവിടെ പ്രശസ്തമായ ഒന്നാണ്. ഭാഷയും മറ്റും കണ്ടു കഴിയുമ്പോൾ പട്ടട പാലക്കാടുള്ള ഒരു ഗ്രാമമാണ് എന്ന് തോന്നിക്കുമെങ്കിലും ഈ സിനിമ കണ്ടു കഴിയുമ്പോ ഇതിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കുമ്പോ ഈ ഭൂമിയിൽ മനുഷ്യന്റെ അതിർത്തിയാണ് ഈ സിനിമയുടെ അതിർത്തി എന്ന് പറയാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ എബൌട്ട് റെഫ്യൂജീസ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. കാലത്തിന്റെയോ ദേശത്തിന്റെയോ അതിർത്തികൾ ഈ സിനിമയ്ക്കില്ല. മനുഷ്യന്റെ വികാര വിചാരങ്ങളെ, വയലൻസിനെ, പുരുഷന്റെ കണ്ണിലെ സ്ത്രീയെ തുടങ്ങി കണ്ടുപരിചയമുള്ള സമൂഹത്തെ പച്ചയായി വരച്ചിടുകയാണ് സംവിധായകൻ. മനുഷ്യന്മാർക്ക് മനസ്സിലാവണ ഭാഷയിൽ പടം ചെയ്യണമെന്ന് സംവിധായകനോട് പറഞ്ഞപ്പോ അതിന്റെ ഉത്തരം എന്നോണമാണത്രേ ഈ സിനിമയുടെ പിറവി. വാവിട്ട വാക്കിൽ കല്യാണം നഷ്ടപ്പെട്ട മകൻ, കുടുംബത്തെ ഓർത്ത് മണ്ടകായുന്ന അമ്മ, മകനേക്കാൾ മാടുകളെ സ്നേഹിച്ച അച്ഛൻ. സിമ്പിൾ. പക്ഷേ ഒന്ന് ഇറങ്ങി ചിന്തിച്ച കഥയ്ക്കപ്പുറം ചിന്തിക്കാനുള്ള വകയുണ്ട്. സുട്ടു എന്ന നായയിലൂടെ മറ്റൊരു ലോകമാണ് നമുക്ക് കാണാനാവുക. സിനിമ കണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനും സുട്ടുവിന്റെ പിന്നാലെ ഓടിത്തീരുമ്പോ വെളിവാവുന്നത് മുന്നിലുള്ള ലോകത്തിന്റെ കാണാതലങ്ങളാണ്. പെണ്ണും പൊറോട്ടും പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പെണ്ണിന്റെ പേരിൽ പുരുഷന്മാർ കാട്ടിക്കൂട്ടുന്ന ആകെ തുകയാണ് ഈ സിനിമ. പട്ടടയിലെ എല്ലാ മനുഷ്യരും പല രീതിയിൽ വ്യത്യസ്തരാണ്. എന്നാൽ ഇവരെയൊക്കെ നമ്മൾ എവിടെയോ കണ്ട പോലെ തോന്നും. ബ്ലാക്ക് ഹ്യൂമറിന്റെ കൃത്യമായ ഉപയോഗം ചിത്രത്തിൽ കാണാം. സ്ത്രീ സ്വാതന്ത്ര്യം, പുരുഷാധിപത്യം, പൊതുസമൂഹത്തിൽ മനുഷ്യരണിയുന്ന മുഖംമൂടികൾ, ഇതെല്ലാം രാജേഷ് മാധവൻ കാണിച്ചു തരുന്നുണ്ട്. രാജേഷ് മാധവനും റൈന രാധാകൃഷ്ണനും ഒഴികെ പെണ്ണും പൊറാട്ടയിൽ വന്നു പോകുന്ന പുതുമുഖങ്ങളൊക്കെയും ഗംഭീരമാണ്. എന്നാൽ ഇവരുടെയൊക്കെ ആദ്യ സിനിമയെന്ന് തോന്നൽ പ്രേക്ഷകനിൽ ഒരിക്കൽ പോലും തോന്നില്ല എന്നതാണ് കാസ്റ്റിംഗിന്റെ മികവ്. പറ്റാത്തിടത്തു നിന്ന് ഓടിപ്പോവാനല്ലേ ലോകം ഇത്ര വലുതായിരിക്കുന്ന എന്ന സിനിമയുടെ ഒടുവിലത്തെ പറച്ചിലൂടെ സംവിധായകൻ സിനിമയ്ക്കപ്പുറം പ്രേക്ഷകന് സമ്മതിക്കാനുള്ള സ്പേസ് ഇട്ടുകൊടുത്തുകൊണ്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. ലോകമേ തറവാട് എന്ന വെള്ളത്തോളിന്റെ വരികളെ ഓർമ്മിപ്പിക്കും വിധം രാജേഷ് മാധവൻ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ലോകത്തു നിന്നും അങ്ങനെയൊന്നും ഇറങ്ങിപ്പോവാൻ നമുക്ക് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.